വൈജ്ഞാനികതയും ഭാവനയും സർഗാത്മകതയും എല്ലാം സംഗമിക്കുന്ന ഈ ഭൂമി വളരെയേറെ പാരമ്പര്യമുള്ള അനന്തപുരത്തിൻ്റെ അനന്തപുരത്തിൻ്റെ ശ്രീ പത്മനാഭൻ്റെ ഭരണ സ്ഥിരാകേന്ദ്രത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു പൈതൃക നഗരത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ് ലിപി ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത്. ആ പുസ്തകത്തിൻ്റെ പേര് സാഹിത്യ നഗരം കോഴിക്കോട് ലോക നെറുകയിൽ എന്ന പുസ്തകമാണ്. ഗോപി പുതുക്കാട് എന്ന് പറയുന്ന നിരവധി പുസ്തകങ്ങൾ കൈരളിക്ക് സംഭാവന ചെയ്തിട്ടുള്ള വൈജ്ഞാനിക സാഹിത്യ മേഖലകളിൽ സജീവ സാന്നിധ്യമായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത് അഥവാ വെളിച്ചത്തിലാക്കുന്നത്. അതിനായി ഇവിടെ സന്നിഹിതരായവർ ഈ പ്രകാശനം നിർവഹിക്കേണ്ടത് വിഖ്യാതനായ കെ ജയകുമാർ സാർ അവർകളാണ്. അദ്ദേഹം എത്രയും വേഗത്തിൽ ഇവിടെ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് ഈ പുസ്തകം ഒരു തിരുത്തുണ്ട്. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് പ്രസിദ്ധ സാഹിത്യകാരി കെ പി സുധീരയാണ്. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ചലച്ചിത്രതാരം ഇബ്രാഹിം കുട്ടി അവർകളാണ്. ഇരുവരുടെയും മഹത്തായ സാന്നിധ്യം കൊണ്ട് ഈ സദസ്സ് കൂടുതൽ അന്തസ്സുറ്റതായിരിക്കുന്നു. മറ്റൊന്ന് ആശംസ പറയുന്നതിന് വേണ്ടി ഡോക്ടർ ഗ്ലോറി മാത്യു ഐമനം നിരവധി പുസ്തകങ്ങളുടെ കൃത്താണ്. നാരി വജ്ര പുരസ്കാര ജേതാവാണ്. മറ്റൊന്ന് ഇവിടെ ഉള്ളത് വേൾഡ് മലയാളി കൗൺസിൽ മലബാർ പ്രോവിൻസിൻ്റെ പ്രസിഡൻറ്റ് KPU അലി അവർകളാണ്. ലിബി പബ്ലിക്കേഷൻസിൻ്റെ ഡയറക്ടർ ലിബി അക്ബർ ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. ഈ മഹത്തായ സദസ്സിൽ കോഴിക്കോട് ഒരു ലോക പൈതൃക നഗരങ്ങളിലൊന്നായി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. യുനെസ്കോ പ്രഖ്യാപിക്കപ്പെട്ടുള്ള ലോകത്തിലെ സാഹിത്യ പൈതൃക നഗരം. ലോകത്തിൽ അത്തരത്തിൽ 25 സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. ആ സ്ഥലികളിൽ പ്രധാനപ്പെട്ട ഒന്നായി കോഴിക്കോടിനെ തിരഞ്ഞെടുത്തുവെങ്കിൽ അതിന് പിന്നിൽ പല ഘടകങ്ങളുണ്ടാവും. ഏറ്റവും പ്രധാനം മനുഷ്യ നന്മയെക്കുറിച്ചുള്ള ഘടകമാണ്. എന്തൊക്കെയാണൊരു ഗ്രാമം അഥവാ ഒരു നഗരം, ഒരു ഭൂപ്രദേശം കൂടുതൽ ധന്യമായി തീരുന്നത് സാഹിത്യത്തിനുപരി ആയി. സാഹിത്യമെന്ന് പറയുന്ന വാക്ക് സഹിതം എന്ന വാക്കിൻ്റെ മറ്റൊരു പദം കൂടിയാണ്, ഒപ്പമുള്ളത്. അത് നിർവഹിക്കുന്ന ധർമ്മം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിൻ്റെ മാലിന്യം മാറ്റുക എന്ന് പറയുന്ന പ്രക്രിയയാണ് സാഹിത്യം നിർവഹിക്കുന്നത്. നവീകരണം. ഓരോ ഘട്ടത്തിലും മനസ്സിനെ നവീകരിച്ചുകൊണ്ട് മനുഷ്യ മനസ്സിലെ തിന്മയെ ഉച്ചാടനം ചെയ്യുന്നതിനു വേണ്ടി എഴുത്തുകാരൻ ഏകാന്തതയിലിരുന്ന് ഒരുക്കുന്ന ചിന്താശകലങ്ങൾ അക്ഷരങ്ങളായി വായനക്കാരുടെ ഹൃദയതലങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുകയും അവിടെ അത് വളർച്ചയിലേക്ക് വന്ന് സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പുതിയ തലങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അതിന് ആണ് എല്ലാ പുസ്തകങ്ങളും ഉപകരിക്കുന്നത്. ആ ഉപകാരത്തിൻ്റെ ഭാഗമായാണ് നമ്മൾ ഇവിടെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. സമയം വളരെ കുറവാണ്, ദീർഘിപ്പിക്കുന്നില്ല. ഈ പുസ്തക പ്രകാശനത്തിനു വേണ്ടി പ്രസിദ്ധയായ ബഹുമാന്യയായ KP സുധീര അവറുകളെ ക്ഷണിക്കുന്നു. ഇത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ചലച്ചിത്ര താരം എഴുത്തുകാരൻ കൂടിയായ ഇബ്രാഹിം കുട്ടി അവറുകളെയും ക്ഷണിക്കുന്നു.
മഹത്തായ പ്രകാശനം നിർവഹിച്ച KP സുധീര മാഡത്തിനെ സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇവിടെ സംസാരിക്കാനൊന്നും അധികം സമയമില്ല. പക്ഷേ സാഹിത്യനഗരം കോഴിക്കോട് ലോക നെറുകയിൽ എന്ന ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ വളരെ സന്തോഷമുണ്ട്. കാരണം ഞാനൊരു കോഴിക്കോട്ടുകാരിയാണ്. കോഴിക്കോട്ടുകാരി ആയതിൽ അങ്ങേയറ്റം അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. ഞങ്ങൾക്ക് യുനെസ്കോ സാഹിത്യനഗര പദവി തന്നതിന് ശേഷം ഈ ഒരു പുസ്തകം ഇദ്ദേഹം എഴുതുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞതേയില്ല. പക്ഷേ ഇങ്ങനെ ഒരു പുസ്തകം, ഇതിലെന്തെല്ലാം സംഗതികളാണ് എഴുതിയിട്ടുള്ളതെന്ന് അറിയാം. കോഴിക്കോടിനെ സംബന്ധിച്ച എല്ലാ കാര്യവും ഈ പുസ്തകത്തിലുണ്ട്. ഇത് കോഴിക്കോടിൻ്റെ പൈതൃകം എൻ്റെ സുഹൃത്ത് ഗോപി പുതുക്കോട് ഇവിടെ രേഖപ്പെടുത്തിയതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. ഇതിൽ രേവതി പട്ടത്താനം, പത്രങ്ങൾ, അതുപോലെ ധാരാളം സാഹിത്യ സമിതികൾ, ഭാഷാ സമന്വയ വേദി, അങ്ങനെ പല പല കാര്യങ്ങളും ഈ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ആകാശവാണി, അതുപോലെ വായനാ ശാഖകൾ, നാടകങ്ങൾ, പിന്നെ ബാബുക്കയെ പോലുള്ള സംഗീതജ്ഞർ, ഗസലുകൾ, അതിൻ്റെയൊക്കെ നാടാണ് കോഴിക്കോട്. അപ്പം ഞങ്ങൾ ആ സംസ്കാരവും സംസ്കൃതിയും കൂട്ടിക്കുഴച്ച കളിമണ്ണാണ് ഞങ്ങളുടെയൊക്കെ ശരീരം. അപ്പം ഞങ്ങൾക്ക് അഭിമാനത്തിൻ്റെ മസ്തകം ഉയർത്തിപ്പിടിക്കാനുള്ള കെൽപ്പ് തന്നിട്ടുള്ള ഈ പദവി, അതിൻ്റെ ശാശ്വതീകത്വത്തിനു വേണ്ടി അദ്ദേഹം ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയല്ലോ എന്നുള്ളതിലുള്ള സന്തോഷം. നിങ്ങളെല്ലാവരും വാങ്ങണം കേട്ടോ. കാരണം നമ്മുടെ സാഹിത്യ നഗരിയെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ പുസ്തകം വായിച്ചാൽ മതി. എഴുത്തുകാരും സഹൃദയരും എല്ലാവരും ഉള്ള ഒരു നാടാണ്. സ്വാർത്ഥമില്ലാത്ത ആഹ്ലാദ അനുഭൂതി അനുഭവിക്കുന്നവരാണ് കോഴിക്കോട്ടുകാരായ ഞങ്ങൾ. അവിടെ ഹിന്ദുവും മുസൽമാനും ഗുജറാത്തിയും ക്രിസ്ത്യാനിയും ബുദ്ധമതക്കാരും എല്ലാവരും കൈകോർത്ത് ജീവിക്കുന്നൊരു നാടാണ് കോഴിക്കോട്. പിന്നെ അവിടുത്തെ ബുക്ക് സ്റ്റാളുകൾ, എൻ്റെ അച്ഛൻ അവിടെ ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ടായിരുന്നു മിഠായി തെരുവിൽ. മിഠായി തെരുവിനെ പറ്റി കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. മിഠായികളുടെ തെരുവ് തന്നെയാണ്. അപ്പോൾ അവിടെയാണ് എൻ്റെ അച്ഛൻ്റെ റാണി ബുക്ക് സ്റ്റാളും PK ബ്രദേഴ്സും. അന്ന് ആകെ 2 ബുക്ക് സ്റ്റാളേ ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ അവിടുത്തെ നമ്മുടെ ഭക്ഷണങ്ങൾ, പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ, അങ്ങനെ സാമൂതിരി രാജാവ് വാസ്കോഡി ഗാമ കപ്പലിറങ്ങി സാമൂതിരി രാജാവിൻ്റെ മുഖം കാണിച്ച അനുഭവത്തിന് ശേഷം കോഴിക്കോട് കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും സംസ്കാര സമന്വയ ഭൂമിയായി തീർന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ചരിത്രങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ അവിടെ ചൈനയിൽ നിന്നും ജാവയിൽ നിന്നും അലക്സാണ്ട്രിയയിൽ നിന്നുമൊക്കെ വ്യാപാരികൾ വന്ന് അവിടെ കച്ചവടം നടത്തിയിട്ടുണ്ട്. അങ്ങനെ സൗഹാർദ്ദത്തിൻ്റെ പുതുവസന്തം അവിടെ സൃഷ്ടിക്കപ്പെടുകയുണ്ടായി. അങ്ങനെ ഒരുപാട് വലിയ മനുഷ്യർ ജീവിച്ച് മരിച്ച നാടാണ് കോഴിക്കോട്. നിങ്ങൾക്കറിയാം, KP കേശവമേനോൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, മൊയ്തു മൗലവി, പിന്നെ CH മുഹമ്മദ് കോയ, അങ്ങനെ മഹത്വമുള്ള ഒരുപാട് പേര്, രാഷ്ട്രീയമായാലും സംസ്കാരമായാലും അതിലൊക്കെ മുന്തി നിന്ന കുറേ മനുഷ്യന്മാരുടെ നാടാണ്. സംഗീതം, നാടകം, സിനിമ, സാഹിത്യം തുടങ്ങിയിട്ടുള്ള എല്ലാ രംഗത്തുമുള്ള ആളുകൾ. SK പൊറ്റേക്കാട്, MT തുടങ്ങിയ 2 അക്ഷരം കേൾക്കാത്ത എഴുത്തുകാരുടെ പേര് കേൾക്കാത്ത ആരുമില്ല. അത് ലോകം മുഴുവൻ അറിയപ്പെട്ടതാണ്. 2 പേരും ജ്ഞാനപീഠ അവാർഡ് നേടിയവരാണ്. അങ്ങനെ NP മുഹമ്മദ്, കടവനാട് കുട്ടിക്കൃഷ്ണൻ, ഉറൂബ്, സിനിക്ക്, പിന്നെ നാടകരംഗത്തെ പ്രഗത്ഭർ എല്ലാവരും പിന്നെ ജീവിച്ചു മരിച്ചതും ജീവിക്കുന്നതുമായിട്ടുള്ള ഞങ്ങളുടെ കോഴിക്കോടിനെ പറ്റിയിട്ടുള്ള ഈ ചരിത്രം, പിന്നെ ഇത് അദ്ദേഹത്തിന് ഇബ്രാഹിംകുട്ടി സാഹിബിന് കൊടുക്കാൻ വേണ്ടി സാധിച്ചതിൽ സന്തോഷമുണ്ട്. അദ്ദേഹം സിനിമാ നടൻ മാത്രമല്ല, ബഹുമുഖ പ്രതിഭയാണ്. നമ്മൾ മമ്മൂട്ടിയുടെ സഹോദരൻ എന്നാണ് പറയുക. ഞാൻ പറയുന്നത് ഇബ്രാഹിംകുട്ടിയുടെ സഹോദരനാണ് മമ്മൂക്ക എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പം മമ്മൂക്ക എൻ്റെ അനുജൻ, എൻ്റെ മകൻ അസർബൈജാനിലാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം അവിടെയായിരുന്നു ഷൂട്ടിൽ. അപ്പോൾ MT മരിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം അസർബൈജാനിലായിരുന്നു. MT വാസുദേവൻ നായരും മമ്മൂട്ടിയും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ നമ്മുടെ മമ്മൂക്കയും തമ്മിലുള്ള അത്ര അഗാധമായ ബന്ധമായിരുന്നു നമുക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ എഴുത്തുകാരനായിട്ടുള്ള ഞങ്ങൾ ഒരുപാട് ചരിത്രം ആവർത്തിച്ച കേട്ടോ, ഒരുപാട് പുസ്തകങ്ങൾ പല പല സ്ഥലങ്ങളിൽ നിന്ന്, ഷാർജ ബുക്ക് ഫെയർ എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ബുക്ക് ഞാൻ റിലീസ് ചെയ്യും, എൻ്റെ ബുക്ക് അദ്ദേഹം റിലീസ് ചെയ്യും, അങ്ങനെയൊക്കെ കുറേ ചെയ്തു. പക്ഷേ ഈ ഒരു പുസ്തകം അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞതിലുള്ള അതിയായ ആഹ്ലാദം അറിയിച്ചുകൊണ്ട് ശ്രീ ഗോപി പുതുക്കോടിന് സകല നന്മകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
വളരെ നന്ദി മാഡം. പുസ്തകങ്ങൾ മാനവ സംസ്കാരത്തിൻ്റെ നിധിശേഖരങ്ങളാണ്. ആ നിധിശേഖരം കോഴിക്കോടിൻ്റെ പൈതൃകവുമായി ബന്ധപ്പെട്ട് സംഭാവന ചെയ്യുമ്പോൾ കഴിഞ്ഞ 30 വർഷമായി ലിപി പബ്ലിക്കേഷൻസും കോഴിക്കോടിൻ്റെ ധന്യതയിലും നന്മയിലും ഉണ്ടായിരുന്നുവെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇബ്രാഹിം കുട്ടി അവർകളെ ആദരവോടെ ഇവിടെ നമ്മെ സംബോധന ചെയ്യുവാൻ ക്ഷണിക്കുന്നു. നമസ്കാരം. വലിയ സന്തോഷം. കാരണം ഇങ്ങനെയുള്ള ഉത്സവങ്ങൾ നടക്കുമ്പോൾ, പുസ്തക ഉത്സവങ്ങൾ നടക്കുമ്പോൾ അവിടെയൊക്കെ വരാൻ കഴിയുക, വലിയ വലിയ എഴുത്തുകാരെ കാണുക ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഇതിവിടെ ഗോപി പുതുക്കോട് എന്ന് പറയുന്ന മനുഷ്യനെഴുതിക്കുന്ന കോഴിക്കോട് സാഹിത്യ നഗരം എന്നാണ്. കേരളത്തിലെ എല്ലാ നഗരങ്ങൾക്കും ഓരോ പ്രത്യേകതയുണ്ട്. അക്ഷര നഗരം, സാഹിത്യ നഗരം, സാംസ്കാരിക നഗരം, അതുകൂടാതെ രാജനഗരി. ഞങ്ങൾക്ക് തൃപ്പൂണിത്തുറ രാജനഗരിയാണ്. അങ്ങനെ ഓരോരോ നഗരങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. പക്ഷേ എല്ലാ നഗരങ്ങളിലും ഈ പ്രത്യേകതകളുണ്ട് താനും. ഞാനിങ്ങനെയുള്ള പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഈ എഴുത്തിൻ്റെ വഴികളിലൂടെ എൻ്റെ സഞ്ചാരം വലിയ ബൃഹത്തായ പാതകളിലൂടെയൊന്നുമല്ല. എന്നാലും അവിടെ ഇവിടെയും തട്ടിയും തപ്പിത്തറഞ്ഞും ഒക്കെ നിൽക്കുമ്പോൾ സുധീരമാമൻ അല്ലെങ്കിൽ ജയകുമാർ സാറ്, പിന്നെ ഓണക്കൂർ സാറ്, ഇവരൊക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. എൻ്റെ ആദ്യ പുസ്തകത്തിന് അവതാരിക എഴുതിയത് ജോർജ് ഓണക്കൂർ സാറാണ്. പിന്നെ ഒരു പുസ്തകം പെണ്ണുടൽ എന്ന് പറയുന്നൊരു പുസ്തകം, ഞാനിതൊരു സ്ത്രീ മുന്നേറ്റത്തിൻ്റെ കഥ പറഞ്ഞ പുസ്തകം, അത് സുധീരമാമാണ് അതിന് അവതാരിക എഴുതിയത്. അവസാന പുസ്തകം ഓത്തുപള്ളി എന്ന് പറഞ്ഞൊരു പ്രാദേശിക ഭാഷയും അവരുടെ സംസ്കാരവും കോഴിക്കോടിൻ്റെയും മലബാറിൻ്റെയും ഒക്കെ ഒരു മാധുര്യം ചേർത്ത് എഴുതിയ ഓത്തുപള്ളി എന്ന് പറഞ്ഞ പുസ്തകത്തിന് അവതാരിക എഴുതിയത് നമ്മുടെ ബ്രിട്ടാസ് സാറാണ്. അപ്പോൾ എൻ്റെ ഈ എഴുത്തുകൾ എല്ലാവരുടെയും പുസ്തകങ്ങളും വായിക്കുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ എഴുതുമല്ലേ എന്ന് തോന്നിയപ്പോൾ എനിക്ക് എന്നോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെയോ എഴുതി. ആ എഴുതി വെച്ചതിനൊക്കെ ഒരു വായനാസുഖമുണ്ടെന്ന് ആരോ പറഞ്ഞപ്പോൾ എനിക്ക് പ്രചോദനമായത് അക്ബറാണ്. അക്ബർ ലിപിയാണ് ആദ്യമായിട്ട് എൻ്റെ ഒരു ചെറുകഥാ സമാഹാരം ചെയ്തത്. അതിനുശേഷം അക്ബർ തന്നെ എൻ്റെ പുരോയാനം എന്നൊരു നോവൽ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഓത്തുപള്ളിയും അക്ബർ ഷാർജ ഫെസ്റ്റിവൽ വെച്ച് ചെയ്തു. ഇതൊരു അനുഭൂതിയാണ്, ഒരനുഭവമാണ്. ഞാൻ പറയാറുണ്ട്, വായന തരുന്ന ഒരു വികാരം എഴുത്ത് തരുന്ന മറ്റൊരു വികാരം. എഴുത്ത് എന്നെപ്പോലെയുള്ള പുതിയ എഴുത്തുകാർക്ക്, പുതിയതല്ല, ഈ ചോട്ട എഴുത്തുകാർക്കൊക്കെ ഒരു ലഹരിയാണ്. ആ ഒരു ലഹരിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കൃതികളൊക്കെ രചിക്കുന്നതൊക്കെ. ഇതിൻ്റെ ഉന്നതമായ മേഖലകളിലൂടെയൊക്കെ സഞ്ചരിക്കണം, അല്ലെങ്കിൽ ബൃഹത്തായ പാതകളിലൂടെയൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിയണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ള വൈഭവമൊന്നും നമുക്കുണ്ടോ എന്നൊരു സംശയമാണ്. ഒന്നുമില്ല എൻ്റെ കയ്യിലെന്നുള്ള തോന്നലിൽ നിന്നാണ് എന്തെങ്കിലും ഉണ്ട് എന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്ന ചില അനുഭവങ്ങൾ തരുന്നത്. കാര്യം വലിയ സന്തോഷം. കോഴിക്കോട് നഗരത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാട് ബന്ധങ്ങളുണ്ട്. കോഴിക്കോടിൻ്റെ ഒരുപാട് തെരുവുകളിലൂടെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. അവിടുത്തെ ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവിടുത്തെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ആളുകളുമായിട്ട് സംവേദിക്കാനും അവരെ കാണാനുമായിട്ടുള്ള അവസരങ്ങളുണ്ടായിട്ടുണ്ട്. ആ അവസരങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവരും വായിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു അനുഭൂതിയാണ്. വായിച്ചു തുടങ്ങുമ്പോഴാണ് നമുക്ക് അതിൻ്റെ സുഖം അറിയാൻ പറ്റുക. വായിക്കാൻ കിട്ടുന്ന അത്രയും പുസ്തകങ്ങൾ വായിക്കുക. കുറേ വായിച്ചു കഴിയുമ്പോൾ നമുക്കും തോന്നും എന്തെങ്കിലും ഒന്ന് എഴുതിയാലൊന്ന്. അപ്പോൾ എഴുതാൻ തോന്നിയാൽ എഴുതുക. എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു. നന്ദി. എഴുത്തോ കഴുത്തോ വലുതെന്ന് ചോദിച്ചാൽ എഴുത്ത് എന്ന് പറഞ്ഞ ശക്തിയുടെ കവി ഇടശ്ശേരിയെ ഓർത്തുകൊണ്ട് ഇവിടെ നടക്കുന്ന സാംസ്കാരിക പ്രവർത്തനം നമ്മുടെ സർഗാത്മകതയ്ക്ക് മൂർച്ച കൂട്ടാനുള്ള ആയുധമായി എഴുത്തുകാരനെന്ന നിലയിൽ ഇബ്രാഹിം കുട്ടിയുടെ വാക്കുകൾ. സംസ്കാരം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം സംസ്കരിച്ചത് എന്നാണ്, ശുദ്ധീകരിച്ചത് എന്നാണ് അർത്ഥം. നാം നമ്മുടെ ശരീരം ശുദ്ധമായി സൂക്ഷിക്കുന്നത് പോലെ, വസ്ത്രം ശുദ്ധമായി സൂക്ഷിക്കുന്നത് പോലെ ഹൃദയത്തിൻ്റെ തലങ്ങൾ ശുദ്ധമായി സൂക്ഷിക്കണം. അങ്ങനെ സൂക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ, വിഭവങ്ങൾ നാം നൽകുവാൻ പര്യാപ്തമായത് സർഗ സാമർഥ്യം കൈമുതലായുള്ളവരാണ്. അതുകൊണ്ടാണ് എഴുത്തുകാർ വേർപെട്ട് നിൽക്കുന്നതും പ്രധാനപ്പെട്ടവരാകുന്നതും. ഈ മഹത്തായ ചടങ്ങിൽ
അടുത്തതായി അത്തരം സർഗവൈഭവം കൈമുതലായുള്ള ഡോക്ടർ ഗ്ലോറി മാത്യു അവർകളെ ആദരപൂർവ്വം പ്രസംഗിക്കുവാൻ ക്ഷണിക്കും. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലെ ബഹുമാന്യരെ, ടൈം മാനേജ്മെൻറ്റ് ഞാൻ ജീവിതത്തിൽ വളരെയധികം മുതലാക്കുന്ന ഒരാളാണ്. വളരെ ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. ഒരു 20 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഇത്രയും പേര് സംസാരിക്കണം, പുസ്തക പ്രകാശനം നടത്തണം. അതുകൊണ്ട് ഞാൻ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഈ പുസ്തകം എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഞാൻ പറയുന്നത്. ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിച്ചതെല്ലാം കോഴിക്കോടിൻ്റെ സ്വന്തം പുത്രി പറഞ്ഞു കഴിഞ്ഞു, കോഴിക്കോടിനെ കുറിച്ചൊക്കെ. ഇനിയിപ്പോൾ ഞാൻ എന്ത് പറയുമെന്ന് ആലോചിച്ചപ്പോൾ എന്തുകൊണ്ട് ഈ അവാർഡ് കോഴിക്കോടിന് കിട്ടിയെന്നുള്ളതിനെക്കുറിച്ചാണ്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരം, കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ. എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നതിൻ്റെ ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ പുസ്തകം. മലയാളത്തിലെ ആദ്യ നോവൽ ജനിച്ചത് കോഴിക്കോടാണ്. എന്തുമാത്രം സാഹിത്യകാരന്മാരും കവികളും ശ്രേഷ്ഠരായ ആളുകളും കോഴിക്കോടുണ്ട് എന്നുള്ളതും ഈ പുസ്തകം വിളിച്ചു പറയുന്നു. അതുകൊണ്ട് ഈ അവാർഡ് കോഴിക്കോടിന് വെറുതെ കിട്ടിയതല്ല, അത് കോഴിക്കോടിൻ്റെ മഹിമ കൊണ്ട് തന്നെ കിട്ടിയതാണ്. അപ്പോൾ ഇത്തരം ഈ മഹിമകൾ ലോകത്തെ അറിയിക്കാനായിട്ട് ഡോക്ടർ ഗോപി പുതുക്കാട് കാണിച്ച ആ സൗമ്യനത്തിനും ചങ്കൂറ്റത്തിനും ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. കാരണം പല കഥകളും പലരെക്കുറിച്ചും മൺമറഞ്ഞു പോകുന്നതോടുകൂടി തീരുന്നതല്ലാതെ മറ്റുള്ളവർ അറിയണമെങ്കിൽ എഴുത്തുകാർ എഴുതിയേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ ഗോപി പുതുക്കോടിൻ്റെ ഈ പുസ്തകം കോഴിക്കോട് നിന്ന് മാത്രമല്ല, മലയാള സാഹിത്യത്തിൽ ഇങ്ങനെയൊരു നഗരത്തിന് എന്തുകൊണ്ട് അവാർഡ്? ഇപ്പോൾ പച്ചക്കറി വിൽക്കുന്നത് പോലെ അവാർഡുകൾ വിൽക്കുന്ന കാലത്ത് ഇതങ്ങനെ ആരും വില കൊടുത്ത് വാങ്ങിയ അവാർഡല്ല കോഴിക്കോടിൻ്റെതെന്ന് വിളിച്ചു പറയുകയാണ് ഈ പുസ്തകം. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അതുപോലെ കോഴിക്കോട് അലുവ മണക്കണ കോഴിക്കോട് മാത്രമല്ല, ബിരിയാണിയുടെ കോഴിക്കോട് മാത്രമല്ല, സാഹിത്യ നഗരി എന്ന് ആ വാക്കിന്, ആ പദവിക്ക് ഏറ്റവും അർഹതപ്പെട്ട കേരളത്തിലെ ഒരു നഗരം തന്നെയാണ് കോഴിക്കോട്. ഞങ്ങൾ കോട്ടയത്തുകാർ അഹങ്കാരത്തോട് പറയും അക്ഷരനഗരി എന്ന്. പക്ഷേ കോഴിക്കോടിന്, കോട്ടയത്തിന് കിട്ടാത്തൊരു അഭിമാനം കോഴിക്കോടിന് കിട്ടിയപ്പോൾ ആരൊക്കെ അവിടെ ജീവിച്ചിട്ടുണ്ട് അതിലെല്ലാം ഫോട്ടോ സഹിതം ഇതിനകത്തുണ്ട്. ഈ പുസ്തകം നിങ്ങൾക്ക് വായിക്കണം, തീർച്ചയായിട്ടും മലയാളത്തിന് അഭിമാനമായിട്ട് ഈ പുസ്തകം തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഡോക്ടർ ഗോപി പുതുക്കാടിന് ഇനിയും ഒത്തിരി ഒത്തിരി രചനകൾ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ കാത്തിരുന്ന, നമ്മളുടെ എല്ലാം അഭിമാനമായ, ശരിക്കും ലിപിയിലെ കൂടി അഭിമാനമായ ഡോക്ടർ കെ ജയകുമാർ സാറ്, അദ്ദേഹം വീണ്ടും പുസ്തകം ഒന്നുകൂടി പ്രകാശനം ചെയ്യുകയാണ്. തീർച്ചയായും എനിക്ക് ലിപിയുമായിട്ടുള്ള ബന്ധമെന്ന് വെച്ചാൽ എൻ്റെ 7ാമത്തെയും 8ാമത്തെയും നോവല് ലിപിയിലൂടെയാണ് പ്രസിദ്ധീകരണം ചെയ്യപ്പെട്ടത്. മറ്റു 6 പ്രഭാത് ബുക്ക് ചെയ്തപ്പോൾ ലിപി കാണിച്ച ചങ്കൂറ്റം, അതിന് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് പ്രവേശിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ ജയകുമാർ സാർ നമ്മളോട് സംബോധന ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഞാൻ താമസിച്ചു പോയതല്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. വേറൊരു പരിപാടി കഴിഞ്ഞിട്ട് ഒരാൾ ചായ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് പോയതിലാണ് വൈകിപ്പോയത്. 6 മണിയാണെന്നൊരു ധാരണയും ഉണ്ടായി. ഈ ഈ പ്രകാശന പരിപാടിയിൽ വരാൻ എനിക്ക് അർഹതയുണ്ടെന്ന് മാത്രമല്ല, എൻ്റെ അവകാശം കൂടിയാണ്. കാരണം കോഴിക്കോടിൻ്റെ സാഹിത്യ പൈതൃകം എന്ന് പറയാൻ പാടില്ല, ഇപ്പം മാതൃകം എന്നും കൂടെ പറയണം അല്ലേ? അല്ല, പിതാവ് മാത്രം വിചാരിച്ച കാര്യമില്ലല്ലോ. സാഹിത്യ ചരിത്രം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രഡീഷൻ വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങളിൽ ഒന്ന്, ഏതാണ്ട് 6 വർഷം, 5.25 വർഷം കോഴിക്കോട് ജീവിക്കാൻ സാധിച്ചു. അതിനുശേഷവും പിന്നെ ഇപ്പോൾ നിരന്തരമായി സമ്പർക്കത്തിലാണ്. ഞാൻ ആദ്യമായിട്ട് കോഴിക്കോട് ചെല്ലുമ്പോൾ, പണ്ട് നമ്മൾ ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുമ്പോൾ വിക്ടോറിയൻ കാലഘട്ടത്തെ പറ്റിയാണെന്ന് തോന്നുന്നു, ഇങ്ങനെ പറയും, ഇംഗ്ലണ്ട് വാസ് എ നെസ്റ്റ് ഓഫ് സിംഗിങ് ബേർഡ്സ് എന്ന് പറയും. അത്രമാത്രം കവികളാണ് എന്ന് പറയുന്നതുപോലെ ഞാനവിടെ കോഴിക്കോട് ചെല്ലുമ്പോൾ, കോഴിക്കോട് നമ്മൾ കാത്തിരുന്ന അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിച്ച എഴുത്തുകാരുടെ ഒരു മഹാസംഗമ നഗരമാണല്ലോ എന്നുള്ള വിസ്മയമാണ് എന്നെ ആദ്യം കോഴിക്കോട്ടിൽ എനിക്കുണ്ടായ ഭാവം. അന്നവിടെ ആരൊക്കെയാണ് ജീവിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? അങ്ങ് ചന്ദ്രകാന്തത്തിൽ എസ് കെ പൊറ്റക്കാട്,
സുധീരയ്ക്ക് ഗൃഹാതുരത്വം ഉണ്ടാവും, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. എസ് കെ പൊറ്റക്കാട് ചന്ദ്രകാന്തത്തിൽ പുതിയറയിലുണ്ട്. അങ്ങ് ബേപ്പൂരിൽ സാക്ഷാൽ വൈക്കം മുഹമ്മദ് ബഷീർ ജീവിച്ചിരിക്കുന്നു. മാവൂർ റോഡിൽ കൂടെ പോയാൽ വലത് സൈഡിൽ പുഷ്പശ്രീയിൽ തിക്കോടിയൻ ജീവിച്ചിരിപ്പുണ്ട്. NB മുഹമ്മദ് ജീവിച്ചിരിക്കുന്നു. KA കൊടുങ്ങല്ലൂർ ജീവിച്ചിരിക്കുന്നു. UA ഖാദർ ജീവിച്ചിരിക്കുന്നു. ഓഫ് കോഴ്സ് MT ഈ അടുത്ത കാലം വരെയും അങ്ങ് നടക്കാവിൽ, ഈസ്റ്റ് നടക്കാവിൽ ഉണ്ട്. അങ്ങനെ എത്ര പേരാണ്, ഞാൻ പേരുകൾ പലതും വിട്ടുപോവുകയാണ്. എത്ര സാഹിത്യ നായകന്മാർ. NN കക്കാട് ഉള്ള സമയമാണ്. ആകാശവാണിയിൽ കക്കാടുണ്ട്. അന്ന് ഞാൻ സിഗരറ്റ് വലിക്കുന്ന കാലമാണ് കേട്ടോ. ഒന്ന് കക്കാട് സിഗരറ്റ് വലിച്ചിട്ടാണ് അസുഖം പിടിച്ചത് അദ്ദേഹത്തിന്. അപ്പോൾ ഇപ്പം ഞാൻ വലിയില്ല, കുറേ കാലമായി നിർത്തി. അപ്പോൾ വൈകിട്ട് അദ്ദേഹം ആകാശവാണിയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് സബ് കളക്ടർ ഓഫീസാണ്, RDO ഓഫീസിലാണ്. ഞാൻ ഇറങ്ങാൻ 6 മണിയൊക്കെ ആവും. അദ്ദേഹം 5 മണിക്ക് വന്ന് എൻ്റെ മുറിയിൽ വന്നിട്ട് ഞങ്ങൾ പിന്നെ അവിടെ ഒരു ഫലൂഡ വിൽക്കുന്ന ഒരു കടയുണ്ടായിരുന്നു എതിർവശത്ത്, ആ പാർക്കിൽ പോയി ഓരോ ഫലൂഡയൊക്കെ കുടിക്കും. എന്നിട്ട് ഞാൻ വലിക്കുന്ന വിൽസ് അദ്ദേഹത്തിനും അദ്ദേഹം വലിക്കുന്ന ഗോൾഡ് ഫ്ലേക്ക് എനിക്കും തരും ഒരു ചേഞ്ചിന്. അങ്ങനെ എത്രയോ വൈകുന്നേരങ്ങൾ. ഞാൻ സബ് കളക്ടറാണെന്ന്, 27 വയസ്സേ ഉള്ളൂ. പിന്നീട് ഞാൻ കളക്ടറായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് അദ്ദേഹം രോഗാതുരനായി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സഫലമീ യാത്ര എന്നുള്ള പുസ്തകം സ്റ്റേജിൽ എനിക്ക് തോന്നുന്നു ബഷീറോ മറ്റോ ആണ് ഏറ്റുവാങ്ങിയത്, ഞാനാണ്. അന്ന് അദ്ദേഹം രോഗബാധിതനായി വലിയ വേദനയൊക്കെ അനുഭവിക്കുന്ന സമയത്താണ് സഫലമീ യാത്ര. അങ്ങനെ എത്ര എഴുത്തുകാർ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അവസാന നാളുകൾ. ആ കോഴിക്കോട് നഗരത്തെ നമുക്ക് ഏറ്റവും ഇഷ്ടനഗരമാക്കി മാറ്റുന്നത് ഇവരുടെ സാന്നിധ്യമാണ്. ഉച്ചനീചത്വങ്ങളില്ല എന്നുള്ളതാണ് അവിടുത്തെ എഴുത്തുകാർക്കിടയിലുള്ള ഏറ്റവും വലിയൊരു കാര്യം. ഏറ്റവും വലിയ എഴുത്തുകാരനായിരിക്കും, എഴുതി തുടങ്ങുന്ന ആളായിരിക്കും. ഇവരെല്ലാം അളകാപുരിയിൽ ഒത്തുകൂടുകയോ അല്ലെങ്കിൽ NBSൽ ശ്രീധരൻ അവിടെ മാനേജറായിരിക്കുന്ന കാലത്ത് NBSൻ്റെ ചുറ്റും അവിടെ മാവിൻ്റെ ചുവട്ടിൽ ഒത്തുകൂടുകയോ, എത്ര വലിയ എഴുത്തുകാരനാണെങ്കിലും എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് ഇടപെടുകയും ഒക്കെ ചെയ്ത് ഒരു വലിയ മാനവികതയുടെ സ്രോതസ്സാണ് കോഴിക്കോട്. അത് പറയാതിരിക്കാൻ വയ്യ. ഒരു ഹൃദ്യതയുടെയും മാനവികതയുടെയും അക്ഷയ സ്രോതസ്സ് ആ കോഴിക്കോടിൻ്റെ നഗരത്തിൻ്റെ ഉള്ളിൽ അദൃശ്യമായിട്ട് ഇപ്പോഴുമുണ്ട്, പുതിയ എഴുത്തുകാർക്കിടയിലുമുണ്ട്. അപ്പോൾ ആ നഗരത്തിന് സാഹിത്യ നഗരം എന്ന് യുനെസ്കോ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. കാരണം ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ വേറെ ഒരു നഗരത്തെപ്പറ്റിയും പറഞ്ഞില്ല. ഈ ഇന്ത്യയിൽ സാഹിത്യ നഗരം എന്നുള്ള ഖ്യാതി അല്ലെങ്കിൽ ആ ഒരു പെരുമ, ആ ഒരു അംഗീകാരം കോഴിക്കോടിന് കിട്ടി എന്നുള്ളത് കോഴിക്കോടിലെ ജനങ്ങളുടെ കൂടി, അവിടുത്തെ എഴുത്തുകാരുടെ മാത്രമല്ല, എഴുത്തുകാരെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും അവരെ നെഞ്ചോട് ചേർക്കുകയും ചെയ്യുന്ന അനേകായിരം സാധാരണക്കാരുടെ ആ ഒരു നന്മ കൂടിയാണ് കോഴിക്കോടിൻ്റെ സാഹിത്യ നഗരം എന്നുള്ള ആ ഒരു പൈതൃക സിദ്ധി. അത് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം. കോഴിക്കോട് പോലൊരു നഗരം, ഞാൻ സംസാരിക്കുന്നത് തിരുവനന്തപുരത്ത് വെച്ചാണെന്ന് എനിക്കറിയാം. ഞാനൊരു തിരുവനന്തപുരത്തുകാരനാണ് ജന്മം കൊണ്ട്. പക്ഷേ കോഴിക്കോടിനെ ഇഷ്ടപ്പെടുന്നത് പോലെ മറ്റൊരു നഗരത്തെയും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു വാസ്തവമാണ്. കാരണം ഹൃദയം കൊണ്ടാണ് കോഴിക്കോടുകാർ പ്രതികരിക്കുന്നത്. അവിടെ എഴുത്തുകാരവിടെ ചേക്കേറുന്നതിൻ്റെ കാരണവും ഈ ഹൃദ്യത തന്നെയാണ്. അത് നമുക്ക് തിരുവനന്തപുരത്തുകാർക്ക് മനസ്സിലാവണമെങ്കിൽ കോഴിക്കോട് കുറച്ച് ദിവസം പോയി താമസിക്കണം. അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പുരസ്കാരം കിട്ടിയാൽ നമ്മളിവിടെ എന്താണ് പറയുക, അവരൊരു പുരസ്കാരമൊക്കെ സംഘടിപ്പിച്ചെടുത്ത് കേട്ടോ, നമ്മൾ മൈൻഡ് ചെയ്യണ്ട എന്ന് പറയും. കോഴിക്കോട് അങ്ങനെയല്ല. ഉടനെ ഒരു കമ്മിറ്റി ഓഫ് ഹോസ്റ്റ് എന്ന് പറഞ്ഞ് സ്വയം രൂപീകരിക്കുന്ന ഒരു സഹകരണ സംഘം പോലെ എല്ലാവരും കൂടെ നമുക്കെന്നാലൊരു കമ്മിറ്റി ഓഫ് ഹോസ്റ്റ്, ഒരു പിന്നെ കാർഡിൻ്റെ ബാക്കിൽ കമ്മിറ്റി ഓഫ് ഹോസ്റ്റിൻ്റെ പേരൊക്കെ അടിക്കുന്നു. എല്ലാവരും 100 രൂപ 200 രൂപ വെച്ചിടുന്നു. അളകാപുരി ഓഡിറ്റോറിയത്തിലോ ടൗൺ ഹാളിലോ വയ്ക്കുന്നു. നമ്മൾ ഗംഭീരമായിട്ട് അത് ആഘോഷിക്കുന്നു. ആരെങ്കിലും അന്റാർട്ടിക്കയിൽ പോയിട്ട് വന്നാൽ ഉടനെ കമ്മിറ്റി ഓഫ് ഹോസ്റ്റ് ഉണ്ടാവുന്നു, ആദരിക്കുന്നു. അങ്ങനെ ആളുകളെ ആദരിക്കുക, ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക എന്നുള്ളത് കോഴിക്കോടിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു സിദ്ധിയാണത്. അത് അനുഭവിക്കണം. അതുകൊണ്ട് ഹൃദയം കൊണ്ട് മനുഷ്യരെ സ്നേഹിക്കുന്ന കോഴിക്കോടിന് സാഹിത്യ നഗരം എന്നുള്ള വലിയ ഒരു നേട്ടം കൈവന്നിരിക്കുന്നതിൽ ഞാൻ കോഴിക്കോടുകാരനല്ലെങ്കിൽ പോലും കർമ്മം കൊണ്ട് കോഴിക്കോടുകാരനായ ഞാൻ അങ്ങേയറ്റം അഭിമാനിക്കുന്നു. ഈ പുസ്തകം, ഇതുപോലുള്ള പുസ്തകങ്ങൾ ഇനിയും വരണം. ഈ പുസ്തകം ഒരു തുടക്കമെന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ആ സാഹിത്യ പൈതൃകത്തെ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നതിനും അത് ആഘോഷിക്കുന്നതിനും ഇത് സഹായിക്കുന്നുവെന്ന് വളരെ സന്തോഷപൂർവ്വം അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ചടങ്ങിൽ വൈകിപ്പോയെങ്കിലും ഇവിടെ വരാതിരുന്നാൽ എൻ്റെ കർമ്മത്തിൽ എവിടെയെങ്കിലും അതൊരു ദോഷമായിട്ട് കിടക്കും. കാരണം ഇത് വന്നേ പറ്റൂ, കോഴിക്കോടിനെ പറ്റിയുള്ള ഈ പരിപാടിയിൽ വന്നേ പറ്റൂ. ഞാനിതൊക്കെ കോഴിക്കോടിനെ പറ്റി വർണ്ണിച്ചതെല്ലാം തിരുവനന്തപുരത്ത് വെച്ചാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വർണ്ണിക്കുന്നത്. ഞാനതുകൊണ്ട് തിരുവനന്തപുരത്തുകാരനല്ലാതാവുന്നില്ല. തിരുവനന്തപുരം മോശമായ നഗരമാണെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് വി ആർ എ വെരി പ്രാക്ടിക്കൽ പീപ്പിൾ. ഇവർ പ്രാക്ടിക്കലൊന്നുമല്ല. കോഴിക്കോടുകാർക്ക് പ്രാക്ടിക്കൽ ബുദ്ധിയൊന്നുമില്ല, സ്നേഹമാണ്. അതുകൊണ്ട് ഈ കോഴിക്കോടിനെ ഒരിക്കൽ കൂടി കോഴിക്കോടിൻ്റെ സ്പിരിറ്റിന് മുമ്പിൽ, അതിൻ്റെ ആത്മാവിന് മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് അവിടെ തൻ്റെ ചൈതന്യം അവിടെ ഉപേക്ഷിച്ച്
ഇപ്പോൾ നമ്മളെ വിട്ടുപോയ MGയുടെ സ്മരണയ്ക്ക് ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയാഞ്ജലി അർപ്പിച്ചുകൊണ്ട്, അവരുടെയൊക്കെ ചൈതന്യം ആ നഗരത്തിലുണ്ട് കേട്ടോ. MGയുടെ ചൈതന്യമുണ്ട്, ബഷീറിൻ്റെ ചൈതന്യമുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട KA കൊടുങ്ങല്ലൂർ വലിയ എഴുത്തുകാരനൊന്നുമല്ല, പക്ഷേ ഇത്രയും ഹൃദയാലുവായ ഒരു എഴുത്തുകാരനെ ഞാൻ കണ്ടിട്ടില്ല. അത് അളകാപുരിയുടെ മൂലയ്ക്ക് സന്ധ്യയ്ക്ക് കാണാം. അങ്ങനെ എത്ര പേര്. തിക്കോടിയൻ്റെ ഒരു തിയറി ഉണ്ട് കേട്ടോ. വൈകുന്നേരം അളകാപുരിയിൽ അല്ല എല്ലാവരും കൂടി NBSൻ്റെ മുറ്റത്ത് വെച്ച് കണ്ടിട്ട് കാപ്പ് കുടിക്കാൻ പോകും. ഇവിടെ അളകാപുരി വലിയ പൈസയാണ് കേട്ടോ. ഇത്തിരി ആരും കാശ് കൊടുക്കാൻ പാടില്ല, തിക്കോടിയനെ കൊടുക്കാൻ പറ്റില്ല. അലിഖിത നിയമമാണത്. തിക്കോടിയനെ കൊടുക്കൂ, ആരെങ്കിലും കൊടുത്താൽ ക്ഷോഭിക്കും. ഇങ്ങനെയൊക്കെയുള്ള എത്രയെത്ര കഥകൾ കൊണ്ട് അനുഗ്രഹീതമാണ് നഗരം. നമുക്കും അതുപോലെയൊക്കെ ആവണം തിരുവനന്തപുരത്തുകാർക്ക് എന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ഈ പുസ്തകം നമ്മളെ സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തന്നെ വൈകി വന്നിട്ട് പിന്നെ ദീർഘിച്ചു പോയിട്ടുള്ള എൻ്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജയകുമാർ സാറിൻ്റെ സ്നേഹനിർഭരമായ വാക്കുകൾക്ക് നന്ദി. അടുത്തതായിട്ട് പുസ്തക രചയിതാവ് ഗോപി പുതുക്കോട് നമ്മോട് സംസാരിക്കും. പ്രിയമുള്ളവരെ, വളരെ അഭിമാനമുണ്ട്. പ്രത്യേകിച്ച് ജയകുമാർ സാർ ഈ പുസ്തകം പ്രകാശനം ചെയ്തു. അദ്ദേഹം കോഴിക്കോടിനെ കുറിച്ച് കുറേ സംസാരിച്ചു. പുസ്തക പ്രകാശനം സാധാരണ നടത്താറില്ല, ഞാൻ നടത്താറില്ല അങ്ങനെ. ഇതെൻ്റെ 48ാമത്തെ പുസ്തകമാണ് എണ്ണം പറഞ്ഞാൽ. പക്ഷേ ഇതുപോലെ ഇത്ര ആഹ്ലാദം, അഭിമാനം തോന്നിയ മറ്റൊരു പ്രകാശന മുഹൂർത്തം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. ജന്മം കൊണ്ട് തിരുവനന്തപുരത്തുകാരനാണെങ്കിലും ഞങ്ങൾ കോഴിക്കോട്ടുകാർ സാധാരണ മനുഷ്യരടക്കം ഞങ്ങളുടെ സ്വന്തം ജയകുമാർ സാർ എന്ന് പറഞ്ഞ് ആരാധനയോടെ കാണുന്ന, ബഹുമാനിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും സർവാദരണീയായ ഞങ്ങളുടെ കലക്ടറാണ് ജയകുമാർ സാർ. ശൂന്യതയിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിൽ വന്ന് അവിടെ ഒരു സർവകലാശാല സ്ഥാപിക്കുകയും ആ സർവകലാശാലയ്ക്ക് ഇന്ന് ലോകം മുഴുവൻ പ്രവർത്തിക്കാനുള്ള ചിറകുകൾ നൽകി അവിടെ നിന്ന് വിട പറഞ്ഞു പോരുകയും ചെയ്ത ഞങ്ങളുടെ വൈസ് ചാൻസലറാണ് അദ്ദേഹം. ഞങ്ങളുടെ നാട്ടുകാരനായ കടത്തനാട്ടുകാരനായ പരുക്കൻ ചന്തുവിൻ്റെ നാവിലൂടെ ചന്ദന ലേപ സുഗന്ധത്തിൻ്റെ ആ സുഗന്ധം പ്രസരിപ്പിച്ച കവിയാണ് അദ്ദേഹം. വയൽപ്പൂവിൽ പോലും വൈരം പതിപ്പിച്ച സൂര്യാംശുവിനെ മലയാളിക്ക് പരിചയപ്പെടുത്തി കൊടുത്ത കവിയാണ് ജയകുമാർ സാർ. ഞങ്ങളൊക്കെ പല കാരണങ്ങൾ കൊണ്ട് ആദരിക്കുന്ന ആളാണ് അദ്ദേഹം ഈ കൃതിയെക്കുറിച്ച് അർത്ഥവത്തായി സംസാരിച്ചതിലുള്ള സന്തോഷം ഞാൻ ആദ്യമേ അറിയിക്കട്ടെ. കോഴിക്കോടിന് ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗര പദവി ലഭിച്ചപ്പോൾ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായതാണ്. ഇന്ത്യയിൽ മഹാനഗരങ്ങളുണ്ട്. നമ്മുടെ ദില്ലി അടക്കമുള്ള, കൽക്കത്ത അടക്കമുള്ള, ചെന്നൈ അടക്കമുള്ള നിരവധി മഹാനഗരങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. കേരളത്തിൻ്റെ കാര്യമെടുത്താലും തലസ്ഥാന നഗരിയായ തിരുവനന്തപുരമുണ്ട്, അക്ഷരനഗരി എന്നറിയപ്പെടുന്ന കോട്ടയമുണ്ട്, സംസ്കാര നഗരി എന്നറിയപ്പെടുന്ന തൃശ്ശൂരുണ്ട്. ഇതൊന്നുമല്ലാതെ കോഴിക്കോടിനെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത് എന്തുകൊണ്ട്? അപ്പോൾ അതിന് കുറേ കാരണങ്ങളുണ്ട്. വൈകുന്നേരമായാൽ പത്രങ്ങൾ മറിച്ച് നോക്കി, ഇന്നത്തെ പരിപാടി നോക്കി അവിടേക്ക് കൃത്യസമയത്ത് എത്തിച്ചേരുന്ന വലിയൊരു കൂട്ടം ആളുകൾ കോഴിക്കോട്, സാർ ഈ പറഞ്ഞതിനൊക്കെ ഉപരിയായി ഉണ്ട്. എത്ര ചെറിയ പരിപാടിയാണെങ്കിലും അത് സാഗൂതം വീക്ഷിക്കുകയും വളരെ സന്തോഷത്തോടെ അതിൽ പങ്കെടുക്കുകയും കൈയടിച്ച് സന്തോഷത്തോടെ പിരിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു വലിയ സദസ്സ്, സ്ഥിരം സദസ്സ് ഉള്ള ഒരു നഗരമാണ് കോഴിക്കോട്. അതുകൊണ്ടാണ് അവിടെ നടക്കുന്നത്. ഈ പറഞ്ഞ അളകാപുരിയിൽ 5 വേദികളുണ്ട്. നളന്ദ ഒരു ഹോട്ടലാണ്, അവിടെ 5 വേദികളുണ്ട്. നിരവധി വേദികളുണ്ട്. മിക്കവാറും ഈ വേദികളിലെല്ലാം ഒരു ദിവസം പല പരിപാടികൾ നടക്കും. പല വേദികളിലും ഒന്നിലധികം പരിപാടികൾ നടക്കും. നിരന്തരം ഈ തരത്തിലുള്ള സാംസ്കാരിക പരിപാടികൾ അരങ്ങേറുന്ന ഒരു നഗരമാണ്. അതിനൊക്കെ ആളുകളുണ്ട്, കാണാനും കേൾക്കാനും ആളുകളുണ്ട് എന്നതാണ് നഗരത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കൗതുകം. അങ്ങനെയുള്ളൊരു നഗരിയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ നഗരിയെ സാഹിത്യ നഗര പദവിയിലേക്ക് ഉയർത്തി എന്നതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് അതിങ്ങനെ രേഖപ്പെടുത്തി വയ്ക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ ഒരു അവസരം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞുകൂടാ, എൻ്റെ മകൾക്ക് കിട്ടുന്നത്. ഈ കഴിഞ്ഞ മെൽബൺ സാഹിത്യോത്സവത്തിൽ അക്ഷര നഗരങ്ങളായി പ്രഖ്യാപിച്ച എല്ലാ നഗരങ്ങളോടും ആ നഗരങ്ങളെക്കുറിച്ചുള്ള 20 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു അൺഎഡിറ്റഡ് ഒറ്റ ഷോട്ട് വീഡിയോ തയ്യാറാക്കി അയക്കാൻ യുനെസ്കോ ആവശ്യപ്പെട്ടിരുന്നു.
മകൾ എൻ്റെ അടുത്ത് അവൾ ഈ വിവരം അറിഞ്ഞപ്പോൾ വന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്, നാളെ വൈകുന്നേരം 5 മണിക്ക് മുൻപ് ഈ വീഡിയോ യുനെസ്കോയ്ക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇരുന്ന് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി. പിറ്റേ ദിവസം കനത്ത മഴയായിരുന്നു, എങ്കിലും ആ 5 മണി വരെ സമയമുള്ളൂ. അവർ 3 മണി വരെ ഞങ്ങൾ കാത്തിരുന്നു. എന്നിട്ട് മഴ ശമിക്കുന്നില്ല. ആ മഴയത്ത് തന്നെ ആ വീഡിയോ തയ്യാറാക്കി യുനെസ്കോയ്ക്ക് അയച്ചു കൊടുത്തു. അവരത് അംഗീകരിച്ചു. അവരുടെ യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്തു. ആകെ 9 നഗരങ്ങളെ അങ്ങനെ ചെയ്തുള്ളൂ. അതിലൊരു നഗരമാണ് കോഴിക്കോട്. അത് യൂട്യൂബിൽ കിട്ടും. ഈ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്, അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഒരു അനുഭവമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീ അക്ബറിൻ്റെ അടുത്തിരുന്ന് ഞങ്ങൾ മറ്റൊരു പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആശയം പൊങ്ങി വന്നത്. കോഴിക്കോട് നഗരമായിട്ട് സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചു. അതിനെക്കുറിച്ച് ഒരു പുസ്തകവും എവിടെയും വന്നിട്ടില്ല, നമുക്ക് അങ്ങനെ ഒരു ശ്രമം നടത്തിയാലോ. അദ്ദേഹം അത് അംഗീകരിക്കുകയും അങ്ങനെ ഇത് സംഭവിക്കുകയും ചെയ്തു. കോഴിക്കോട് ഇന്ന് ഇന്ത്യയിലെ ഏക സാഹിത്യ നഗരമാണ്. ഈ പറഞ്ഞ നിരവധി കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ അംഗീകരിക്കപ്പെട്ടത്. അതിനെക്കുറിച്ച് ആദ്യമായി പുറത്തു വരുന്ന ഒരു പുസ്തകം എന്ന പ്രാധാന്യം ഇതിലുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.